അനുഗ്രഹങ്ങളുടേതായ ആദ്യ പത്തും പാപമോചനത്തിന്റെ രണ്ടാം പത്തും കടന്നാണ് നരകമോചനത്തിന്റെ പ്രാർത്ഥനയോടെ വിശ്വാസി അവസാന പത്തിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. ഭക്ഷണപാനീയങ്ങളിൽ നിന്നും പ്രത്യേക കാലത്ത് അകലം പാലിക്കുന്നത് മാത്രമല്ല, ആത്മീയ വളർച്ചയുടെയും അച്ചടക്കത്തിന്റെയും കാലം കൂടിയാണിത്. കഴിഞ്ഞുപോയ 11 മാസക്കാലത്തെ പാപക്കറകളെ കഴുകി വൃത്തിയാക്കുന്നതിനും ഒരു സംശുദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞ പുതുക്കലും അതിനുശേഷം തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട നിരാലംബരായ ആളുകൾക്ക് സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ അവരിലേക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്നതിനും ഉള്ള ഒരു പരിശീലനമായിട്ടാണ് വ്രതാനുഷ്ഠാനത്തിന് ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ കാണുന്നത്. വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മനസ്സ് കൂടുതൽ കരുത്തുള്ളതായി മാറും. വിദ്വേഷ ചിന്തകൾ വിട്ട് മനസ്സിനും ശരീരത്തിനും അത് ശാന്തഭാവം സമ്മാനിക്കുകയും ചെയ്യുന്നു. നോമ്പെടുക്കുന്ന വിശ്വാസികൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്നതും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നതും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം കൂടി പങ്കുവയ്ക്കുന്നതാണ്. എല്ലാവരും തുല്യരാണ്. വിശപ്പിൻ്റെ കാര്യത്തിൽ പല ആളുകളും വിശപ്പ് അറിയുന്നില്ല. പക്ഷേ വിശപ്പ് അറിയുന്നവർ മുഴുപട്ടിണിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അന്തരത്തിലുള്ള ആളുകളെ ഒരേ വേദിയിൽ കൊണ്ടുവരുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന ഒരു തത്വമാണ്, മൂല്യമാണ് നോമ്പ്. ക്ഷമയുടെ പരീക്ഷണ പർവ്വം കടന്നാണ് വിശ്വാസികൾ പെരുന്നാൾ ഒരുക്കത്തിന്റെ തിരക്കിലേക്ക് മാറുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.